നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പക്ഷിശാസ്ത്രമാണ്. അസ്ട്രോളജിയിലെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് പക്ഷിശാസ്ത്രവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ഇതിൽ നിന്ന് ഒരു പക്ഷിയുടെ ചിത്രം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പക്ഷി എന്ന് പറയുന്നത് മയിലാണ്. രണ്ടാമത്തെ പക്ഷി വെള്ളരി പ്രാവാണ്. മൂന്നാമത്തെ പക്ഷി പരുന്താണ്. നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ചിത്രമായ മയിലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഈ ചിത്രത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാർമേഘം കാണുന്ന മയിൽ സന്തോഷം കൊണ്ട് പീലി വിടർത്തി ആടാൻ തയ്യാറെടുക്കുന്ന ചിത്രമാണ്. അതുപോലെയാണ് നിങ്ങളും. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം നിങ്ങൾക്ക് സന്തോഷം വരാൻ പോകുന്നു. നിങ്ങൾ ആ മയിലിനെ പോലെ പീലി വിടർത്തി ആടാൻ പോകുന്നു എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് നിങ്ങൾ വന്നു ചേരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ധനം ഒരുപാട് വന്നു ചേരും എന്നും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുവരെയുള്ള കഴിവിനെ ചിലപ്പോൾ ആരും അംഗീകരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇനി അത് എല്ലാവരും വളരെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കലാപരമായി വളരെ കഴിവുകൾ ഉള്ള ഒരാളാണ് എന്നും കാണുന്നുണ്ട്. ഇതുവരെ ആരും അത് അത്ര കണ്ട് അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയമാണ്. പുച്ഛിച്ചവർക്കെല്ലാം മറുപടി കൊടുക്കാനുള്ള സമയമായി എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് അപമാനം സഹിച്ചതായിട്ട് ഇതിൽ കാണുന്നുണ്ട്. ഇനി അവരുടെയൊക്കെ മുമ്പിൽ തലയുയർത്തിപ്പിടിച്ച ഒരു രാജാവിനെ പോലെ നിങ്ങൾ നടക്കും. ഇനിയുള്ള കാലം നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നായിരിക്കും എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദൈവത്തെ നന്നായി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളുമാണ് കാണുന്നത്. നല്ല നാളെ വരവേൽക്കാൻ തയ്യാറെടുത്തുകൊള്ളുക. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് ഈ ചിത്രം കൊണ്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നിനെയും ഭയക്കാതെ മുമ്പോട്ട് പോകുക തന്നെ ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യുക എന്നാണ് ഇവിടെ കാണുന്നത്. രണ്ടാമത്തെ ചിത്രമായ വെള്ളരിപ്രാവിൻ്റെ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഫലമാണ് ഇനിയും പറയുന്നത്. നിങ്ങൾ വളരെ വലിയൊരു പ്രശ്നത്തിലായിരുന്നു. അതെല്ലാം വിട്ടൊഴിഞ്ഞു പോകുന്നു എന്നാണ് കാണുന്നത്. വളരെ സമാധാനപരമായ ഒരു സ്ഥലത്തേക്ക് കൂട്ടാൻ പോകുന്നതായി കാണുന്നു. ആ ചിത്രത്തിൽ ഒന്ന് നോക്കിയാൽ തൻ്റെ ലക്ഷ്യസ്ഥാനമായ ചില്ലയിലേക്ക് വന്ന് ഇരിക്കാൻ തുടങ്ങുന്ന വെള്ളരിപ്രാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെയാണ് നിങ്ങളും. വളരെ പ്രശ്നങ്ങളെല്ലാം നിറഞ്ഞ വഴികളിലൂടെ എല്ലാം സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. കൂടാതെ സ്വദേശം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ സ്വസ്ഥവും സമാധാനവുമായി കഴിയാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. ഈ വെള്ളരിപ്രാവിനെ പണ്ട് ഉപയോഗിച്ചിരുന്നത് വഴികാട്ടിയായും ദൂതു പോകാനുമൊക്കെയാണ്. നിങ്ങൾക്ക് ആരോ ഒരു ദൂതുമായി വരുന്നു എന്നും കാണുന്നുണ്ട്. അവരാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്നും കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രണയത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ട് എങ്കിൽ അതൊക്കെ മാറി പോകുന്നതായി കാണുന്നുണ്ട്. കൂടുതലും കാണുന്നത് നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും അവിടെ താമസമാക്കുകയും അവിടെ ഒരു വ്യക്തി നിങ്ങൾക്ക് സഹായമായി വരികയും അവർ മൂലം നിങ്ങൾ ഉന്നതിയിൽ എത്തുന്നു എന്നുമാണ് കാണുന്നത്. എങ്ങനെ തന്നെയായാലും നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് എല്ലാം വിട്ടൊഴിഞ്ഞു പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഇഷ്ടദൈവത്തെ നന്നായി പ്രാർത്ഥിക്കുക. ഉടൻ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതാണ്. മൂന്നാമത്തെ ചിത്രമായ പരുന്ത് തിരഞ്ഞെടുത്തവരുടെ ഫലമാണ് ഇനി പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വലിയ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം വളരെ ക്രൗര്യത്തോടെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് നോക്കിയിരിക്കുന്ന പരുന്തിനെയാണ്. അതുപോലെയാണ് നിങ്ങളും. നിങ്ങൾ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നതായാണ് കാണുന്നത്. ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ പലരും കളിയാക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തു. അവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ ഒരു കുതിച്ചുചാട്ടം നടത്തുന്നതായാണ് കാണുന്നത്. അവിടെ നിങ്ങൾ വിജയിക്കുന്നതായും കാണുന്നുണ്ട്. വലിയൊരു നേട്ടം നിങ്ങളെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ അവഹേളിച്ചവരും വിമർശിച്ചവരും ഒക്കെ നിങ്ങളുടെ കാൽച്ചുവട്ടിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവരോട് നിങ്ങൾക്ക് ക്ഷമിക്കാതിരിക്കാം. കാരണം നിങ്ങളെ
അവർ അത്രയ്ക്ക് അവഹേളിച്ചിരുന്നു. നിങ്ങൾ പ്രശസ്തിയിലേക്ക് ഉയരുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഒരു പരുന്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ഉയരത്തിൽ പറക്കാൻ കഴിയും. അതുപോലെയാണ് നിങ്ങൾക്കും. നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഞാനോ എനിക്കോ ഇതൊക്കെയെന്ന്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, നിങ്ങൾ തിരഞ്ഞെടുത്ത പക്ഷിക്ക് 2 ജന്മമുണ്ട്. പരുന്തിന് തൻ്റെ മധ്യവയസ്സാവുമ്പോഴേക്കും അതിൻ്റെ തൂവലുകൾക്കെല്ലാം വളരെയധികം ഭാരം വയ്ക്കും. അതുകൊണ്ട് അതിന് വളരെ ഉയരത്തിൽ പറക്കാൻ കഴിയാതെയാകും. അതുപോലെ തന്നെ ചുണ്ടുകൾ അകത്തേക്ക് വളഞ്ഞ് ഇരയെ കൊത്തി പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരും. നഖങ്ങളും അതുപോലെ തന്നെ അകത്തേക്ക് വളയും. ഇര പിടിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാകും. മരണത്തെ അത് മുഖാമുഖം കാണും. അപ്പോൾ അതെന്താണ് ചെയ്യുന്നത്? അതൊരു പാറക്കെട്ടുകൾക്കിടയിലേക്ക് പോയി തൻ്റെ തൂവലുകൾ സ്വന്തം ചുണ്ടുകൾ കൊണ്ട് കൊത്തിപ്പറിക്കുകയും നഖവും ചുണ്ടും പാറയിലടിച്ച് കൊഴിച്ച് കളയുകയും ചെയ്യും. ജീവൻ പോകുന്ന വേദനയും പട്ടിണിയും സഹിച്ച് അതവിടെ കഴിയും. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് തൻ്റെ യൗവനം വീണ്ടെടുത്ത് അത് തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നുയരും. അതുപോലെയാണ് നിങ്ങളും. നിങ്ങൾ ഇപ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നുയരാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തിപ്പെടേണ്ടവരാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ നന്നായി പ്രാർത്ഥിക്കുക. ധൈര്യമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങളുടെ വിജയം സുനിശ്ചിതം എന്നാണ് ഇവിടെ കാണുന്നത്. ഇനിയും ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.